പിന്നെയും കുത്തിയോ അതോ ഒറ്റ കുത്തിന് ചത്തോ? അല്ലെങ്കിലും സ്ഥാനം നോക്കി കുത്തിയ ഒറ്റ കുത്ത് മതി. ഏതായാലും തീർന്നു കിട്ടി. ലുക്ക്, യു ഹാവ് ഡൺ എ വണ്ടർഫുൾ ജോബ്. ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചില ഉപകാരങ്ങളൊക്കെ ചെയ്തു തരണം. അലക്സേ, ദാ അതിൽ നിന്ന് ഇഷ്ടമുള്ള എടുത്തോ. അലക്സ്, നിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്റെ കൂടെ നിൽക്കാമോ? ഹലോ ഹലോ ഹലോ, കേവ് ഷാ സ്പീക്കിംഗ്. പേടിക്കണ്ടടോ, പ്രേതമല്ല സംസാരിക്കുന്നത്, ജീവനുള്ള ഷായാണ്. എന്നെ കൊല്ലാനൊന്നും നീ വളർന്നിട്ടില്ല കുഞ്ഞെ. ആദ്യം നീ എന്റെ ബിസിനസ് തകർക്കാൻ നോക്കി, പിന്നെ എന്നെ ഇവിടെ ഓടിക്കാൻ നോക്കി, ഇപ്പൊ കൊല്ലാനും. എന്തൊക്കെ ചെയ്താലും അവസാന നഷ്ടം നിനക്ക് തന്നെ. വാട്ട് എ പാരഡോക്സ്. ആട്ടെ, ഇപ്പൊ എത്ര ചെലവായി? ഞാൻ ചോദിച്ചതിന് നീ മറുപടി പറഞ്ഞില്ല. എന്തുകൊണ്ടാണ് എന്നെ കൊല്ലാതിരുന്നത്? സാറിന്റെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിയേ. എന്നെ എവിടെയെങ്കിലും വെച്ച് കണ്ടായിട്ട് ഓർക്കുന്നുണ്ടോ? എങ്ങനെ ഓർക്കാനാ, 10-20 കൊല്ലായില്ലേ. ആരുമില്ലാതെ റോഡിൽ ബോധം കെട്ട് കിടന്നിരുന്ന ഒരു പയ്യനെ സാറെടുത്ത് അനാഥാലയത്തിൽ എത്തിച്ചു. അതെ, കമ്പനി സ്പോൺസർ ചെയ്യുന്ന അലക്സാണ്ടർ. പിന്നെ നീ എങ്ങനെ വീണ്ടും ഇങ്ങനെ ആയിന്നല്ലേ? വിധിയാണ് സാറേ. നീ മിസ്സായ കാര്യം അവരെന്നെ ഇൻഫോം ചെയ്തിരുന്നു. ഞാൻ ഓടിപ്പോന്നതാ. ലോകത്തോട് മുഴുവൻ പകയും വിദ്വേഷമായിരുന്നു മനസ്സിൽ. ബൈബിൾ കഥകളിലെ കുഞ്ഞാടുകളും അവയെ സ്നേഹിച്ച നല്ല ഇടയനും അതൊന്നും എനിക്ക് മനസ്സിലാവില്ലായിരുന്നു. സ്നേഹവും അനുകമ്പയും ഒക്കെ എന്നും എനിക്ക് അപരിചിതമായിരുന്നു. ജീവിതത്തിൽ ആദ്യമായിട്ട് സ്നേഹമുള്ളൊരു വാക്ക് പറയുന്നത് സാറാ. സാറിന്റെ ജീവൻ രക്ഷിച്ചത് അതിനൊരു പ്രത്യുപകാരമായിട്ട് കരുതിയാൽ മതി. ഞാൻ പോട്ടെ സാർ. നിൽക്കൂ. ഇനി നീ ആ തെരുവിലേക്ക് പോകണ്ട. നിനക്കറിയാമോ, സമാധാനത്തോടെ മരിച്ച ഒരു തെരുവുണ്ടയും ഈ ലോകത്ത് കാണില്ല. 100 ഗുണ്ടകളെ നീ ഒതുക്കുമ്പോൾ ഒരു ഗുണ്ട നിന്നെ ഒതുക്കാനേ പിറക്കും. 100 അടി നീ അടിക്കുമ്പോൾ 1 അടി നിനക്കായിട്ട് തിരിച്ചു വരും. എല്ലാ വിജയങ്ങളുടെയും തൊട്ടുപുറകിൽ പരാജയവും അപകടവും പതിയിരിപ്പുണ്ടാവും. തെരുവിലെ ആ ജീവിതം ഇനി നിനക്ക് വേണ്ട. നീ എന്റെ കൂടെ നിന്നാ മതി. ഞാൻ ആരാണെന്നും എന്റെ തൊഴിലെന്താണെന്നും ഞാൻ പറയാതെ നിനക്ക് മനസ്സിലായി കാണും. ഒരു കള്ളക്കടത്തുകാരന്റെ സഹായിയാവുക, ഒരു സ്മഗ്ലറാവുക, അതൊന്നും അത്ര വലിയ കാര്യമോ നല്ല കാര്യമല്ല. ബട്ട് ഇറ്റ് ഈസ് ബെറ്റർ ദാൻ സ്ട്രീറ്റ് ഫൈറ്റ്സ്. എനിക്കറിയില്ല. നീ പറയില്ല അല്ലേ? മാഷേ, നീ ഇതിന് പകരം ചോദിക്കാനൊന്നും പോരുത്. ഓ,
മാഷിന്റെ മരണം എന്നെപ്പോലെ ആനിയും അനാഥയായി. ഈ വലിയ ലോകത്ത് ഒറ്റപ്പെട്ടു പോയി രണ്ടുപേർ. മാഷോടുള്ള കടപ്പാടിനെക്കാളേറെ ആനി എനിക്കിഷ്ടമായിരുന്നു. ആനിക്ക് തിരിച്ചു. നെയ്ത് കൂട്ടാൻ ഒരുപാട് സ്വപ്നങ്ങളൊന്നും ഇല്ലാതിരുന്നിട്ടും ഞങ്ങൾ ഒരുമിക്കാൻ തന്നെ തീരുമാനിച്ചു. ഒരുമിച്ച് ജീവിക്കാൻ. Alexei, das is dangerous. ഇവരെ നീ